ക്യാമ്പയിൻ സെക്ഷൻ ഉപയോഗിച്ച് കസ്റ്റമേഴ്സിന് ബൾക്ക് വാട്സാപ്പ് മെസ്സേജസ് അയക്കാം. അതിനു മുൻപ് ഫേസ്ബുക്ക് മെറ്റയിൽ നിന്ന് ടെംപ്ലേറ്റ് അപ്രൂവൽ എടുക്കണം. ഒരു ടെംപ്ലേറ്റ് സൃഷ്ടിക്കാൻ ടെംപ്ലേറ്റ് നെയിം നൽകണം, ലാംഗ്വേജ് തിരഞ്ഞെടുക്കണം, കാറ്റഗറി സെലക്ട് ചെയ്യണം. കാറ്റഗറീസായി മാർക്കറ്റിംഗ്, യൂട്ടിലിറ്റി, ഒത്തൻറ്റിക്കേഷൻ എന്നിവ തിരഞ്ഞെടുക്കാം. ഇവിടെ ഹെഡർ ഫോർമാറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹെഡർ ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഹെഡർ അല്ലെങ്കിൽ മീഡിയ ഹെഡർ ചേർക്കാം. മീഡിയ ഹെഡറായി ഇമേജ്, വീഡിയോ, ഡോക്യുമെന്റ് എന്നിവ ചേർക്കാം. എന്നാൽ അലൗഡ് ഫോർമാറ്റും മാക്സിമം സൈസ് ലിമിറ്റും ശ്രദ്ധിക്കുക. ബോഡി സെക്ഷനിൽ ആക്ച്വൽ മെസ്സേജ് കോണ്ടന്റ് എഴുതാം. ഫുട്ടർ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഓപ്ഷണലാണ്. ബട്ടൺ ഓപ്ഷൻ ഉപയോഗിച്ച് കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ വെബ്സൈറ്റ് ലിങ്ക് ബട്ടണായി ചേർക്കാം. ക്വിക്ക് റിപ്ലൈ ബട്ടൺ ഉപയോഗിച്ച് പ്രീ ഡിഫൈൻഡ് റിപ്ലൈസ് ചേർക്കാനും കഴിയും. മെസ്സേജ് ബോഡിയിൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസ് ശരിയായാൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെറ്റ അപ്രൂവൽക്കായി വെയിറ്റ് ചെയ്യുക. അപ്രൂവ്ഡ് ആയിരിക്കുന്ന മെസ്സേജുകൾ ഇവിടെ കാണാം. പെൻഡിംഗ് ആയിരിക്കുന്ന മെസ്സേജുകളും ഇവിടെ തന്നെ കാണാൻ കഴിയും. ടെംപ്ലേറ്റ് റിജക്റ്റ് ആയാൽ അത് റിജക്റ്റഡ് ലിസ്റ്റിൽ കാണാം. ടെംപ്ലേറ്റ് അപ്രൂവ് ആയ ശേഷം അത് കോൺടാക്ട്സിലേക്ക് അയക്കാം. അതിനായി ആദ്യം ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. ശേഷം ക്യാമ്പയിൻ ടൈറ്റിൽ നൽകുക. പിന്നീട് മെസ്സേജ് അയക്കേണ്ട സ്പെസിഫിക് ഫോൺ ബുക്ക് സെലക്ട് ചെയ്യുക. വാട്സാപ്പ് ക്യാമ്പയിൻ ഡാഷ്ബോർഡ് സെക്ഷനിൽ ടോട്ടൽ ഡെലിവേർഡ് മെസ്സേജസും ഫെയിൽഡ് മെസ്സേജസും കാണാൻ കഴിയും. സെൻഡ് ചെയ്ത മെസ്സേജിന്റെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അയച്ച മെസ്സേജിന്റെ ഓവർവ്യൂ കാണാൻ കഴിയും. ഉദാഹരണത്തിന് ടോട്ടൽ സെൻഡ് നമ്പേഴ്സ്, ഡെലിവേർഡ് നമ്പേഴ്സ്, ഫെയിൽഡ് നമ്പേഴ്സ് തുടങ്ങിയ വിവരങ്ങൾ ഇവിടെ കാണാം. കൂടാതെ മെസ്സേജ് ഫെയിൽ ആയതിന്റെ റീസൺ എന്താണെന്നും ഇവിടെ പരിശോധിക്കാം.